ഹായ് ഓൾ. നമ്മൾ ഇൻകം ടാക്സിനകത്ത് PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അതായത് നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. ആ അക്കൗണ്ട്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പഠിച്ച സെക്ഷൻ 28 തൊട്ട് സെക്ഷൻ 36 വരെ പഠിച്ച കുറേ അലവബിളും ഡിസലവബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം ആഡും ലെസ്സും എല്ലാം ചെയ്ത് നമ്മൾ ഏത് പ്രകാരമുള്ള ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിലോട്ട് എത്തി. ആ നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മൾ നമ്മുടെ ഏതായിട്ട് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആണല്ലോ. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ തന്നെ വേറൊരു തലത്തിലോട്ടാണ് കിടക്കാൻ പോണേ. ദാറ്റ് മീൻസ് ഇൻകം ടാക്സിനകത്ത് പറയുന്ന പുതിയൊരു കേസ് എന്നാണെന്നറിയാമോ, ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓൺ ബേസിസ് ഓഫ് എസ്റ്റിമേഷൻ. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്തായിരിക്കും, നമ്മുടെ ടോട്ടൽ സെയിൽസ് അല്ലേ, ആ സെയിൽസ് എന്നോ റവന്യൂ എന്നോ നമ്മുടെ ടേൺ ഓവർന്നോ എന്ത് വേണേലും പറയാം. അതായത് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ടോട്ടൽ എമൗണ്ട്, എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടും ആണോ. ഈ നെറ്റ് പ്രോഫിറ്റിനെ ഏത് പ്രകാരമുള്ള ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. ഞാൻ ചുമ്മാ അതിൻ്റെ പ്രോസസ്സ് ഒന്ന് പറയുന്നത് മാത്രം. ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഈ സെക്ഷൻ 30 തൊട്ട് സെക്ഷൻ 36 വരെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്ത് ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിനെ ഇപ്പം സാലറി ഉണ്ടെങ്കിൽ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ഈ പറയുന്ന നമ്മുടെ ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ് എന്ന് പറയുന്ന 5 ഹെഡിലായിട്ട് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും ആണല്ലോ. സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. പക്ഷേ ഇവിടെ പറയുന്നത്, അതായത് ബിസിനസിൻ്റെ തന്നെ ഒരു 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 എന്താ പറയുക, ബിസിനസ് ഇൻകത്തിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻ ആയിട്ട് ഇവിടെ പറയുന്നത്, ഇവിടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എസ്റ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഇത്രയും രൂപ റവന്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തായിട്ട് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് ഇത്രയുമുള്ള വലിയ സ്റ്റെപ്പുകളെല്ലാം അങ്ങ് ഒഴിവാക്കാം. മനസ്സിലായോ? ഇപ്പം 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ റവന്യൂ എങ്കിൽ ഓക്കെ, അതിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. ആ കിട്ടുന്ന പ്രോഫിറ്റിനെ ഈ പറയുന്ന ബിസിനസിൻ്റെ ഇൻകമായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് പറയുന്ന ബാക്കിയുള്ള ഹെഡിൻ്റെ കൂട്ടത്തിൽ അത് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന സാധനം കാണാം. ഓക്കെ, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്, എളുപ്പമല്ല. എന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. എന്തായിരുന്നു, അതായത് നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളെല്ലാം മൈനസ് ചെയ്ത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. ആ പ്രോഫിറ്റിൽ നിന്ന് ഇൻകം ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെല്ലാം ചെയ്ത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ബാക്കിയുള്ള ഹെഡിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കാണുന്നു. പക്ഷേ അണ്ടർ ദ പെർസെപ്റ്റീവ് ടാക്സേഷൻ അല്ലെങ്കിൽ ടാക്സ് ഓൺ ദ ബേസിസ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, നമ്മുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം, ബിസിനസിൻ്റെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് ഈ പറയുന്ന അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കലോ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണം. മനസ്സിലായി? നമുക്കൊരു 2-3 കേസാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, ഇതിനകത്ത് ആദ്യത്തെ കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് പ്രോഫിറ്റ് ഓൺ പ്രെസംപ്റ്റീവ് ബേസിസ് സെക്ഷൻ 44 AD. അതായത് ബിസിനസ് പ്രോഫിറ്റ് ആണ് അത് ഈ പറയുന്നത് പോലെ പെർസെപ്റ്റീവ് ബേസിസ്. പെർസെപ്റ്റീവ് മീൻസ് പ്രീ അസംഷൻ. ഇത്രയും രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും രൂപ നമ്മുടെ ടാക്സ് ലൈബിലിറ്റി ആയേനെ. ഓക്കെ, സോ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്യണേ. സെക്ഷൻ 44 AD പ്രകാരം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ടേൺ ഓവറിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്തായിട്ട് നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ട്രീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ദാറ്റ് മീൻസ് ഇതൊരു മാൻഡേറ്ററി അല്ല. നോർമൽ പ്രൊവിഷൻസ് പ്രകാരമാണ് നിങ്ങളുടെ ടാക്സ് ലൈബിലിറ്റി കുറവെങ്കിൽ, ഇൻകം കുറവെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻകം കുറവെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44 AD വിൽ ബി അപ്ലിക്കബിൾ ഓൺലി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. കണ്ടീഷൻ നമ്പർ 1, ദ അസസി ഷുഡ് ബി റെസിഡന്റ് ഇൻഡിവിജ്വൽ, HUF ഓർ എ പാർട്ണർഷിപ്പ് ഫേം. ആർക്ക് മാത്രമേ പാടുള്ളൂ? റെസിഡന്റ് ഇൻഡിവിജ്വലിനോ റെസിഡന്റ് HUFനോ പാർട്ണർഷിപ്പ് ഫേമിന് മാത്രമേ ഇത് ബാധകമാവുള്ളൂ. അതല്ലാതെ നോക്കി ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഫേമിനോ അല്ലെങ്കിൽ വേറെ കമ്പനിന്നോ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വലോ പൊളിറ്റിക്കൽ പാർട്ടിയോ ഈ പറയുന്ന ആർക്കും ഇത് ബാധകമേ അല്ല. ഓക്കെ, സോ സെക്ഷൻ 44 AD അപ്ലിക്കബിൾ ആവണമെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ HUF ആയിരിക്കണം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ആയിരിക്കണം. നമ്പർ 1. നമ്പർ 2, ദ അസസി ഷുഡ് ബി എൻഗേജ്ഡ് ഇൻ എനി ബിസിനസ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിസിനസ് വേണമെങ്കിലും ചെയ്യാം. Except the business of playing, hiring or leasing of goods carriages referred to under section 44 AE.
അതായത് നിങ്ങൾക്ക് സെക്ഷൻ 44A ഗുഡ്സ് ക്യാരിയേജസിന്റെ ഒരു ബിസിനസ് പറയുന്നുണ്ട്. അതും പെർസെപ്റ്റീവ് ആണ്, അതിന് വേറെ റൂള് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അത് ഒഴികെ എന്ന് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് ക്യാരേജസ് നിങ്ങൾ ലീസിനോ ഹയറിങ്ങിനോ കൊടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ ബിസിനസ്സുകാർക്ക് ഈ റൂള് ബാധകമല്ല. അതല്ലാതെ നിങ്ങൾ വേറെ ഏത് ബിസിനസ് ചെയ്താലും ഈ ഒരു പ്രൊവിഷൻസിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദ തേർഡ് വൺ, ദ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീപ്റ്റ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ ഷുഡ് നോട്ട് എക്സീഡ് 2 crore. നിങ്ങളുടെ ബിസിനസിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് മാക്സിമം എത്ര മാത്രമായിരിക്കണം? 2 കോടി രൂപ മാത്രമായിരിക്കണം. അതായത് നിങ്ങളുടെ ബിസിനസിന്റെ ടോട്ടൽ സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ ടേൺ ഓവർ വാല്യൂ എന്ന് പറയുന്നത് 2 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. 2 കോടിക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊവിഷൻ യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ, സെക്ഷൻ 44AD ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു. കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്. ഒന്ന്, എ പേഴ്സൺ ക്യാരിങ് ഓൺ പ്രൊഫഷൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പ്രൊഫഷൻ ആണെങ്കിൽ നമുക്ക് വേറെ കേസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്ഷൻ 44AA പ്രകാരം പറയുന്ന കുറച്ച് സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഉണ്ട്. ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഉണ്ട്. ആ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ആണെങ്കിൽ സെക്ഷൻ 44AD യൂസ് ചെയ്യാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ അതിന് വേറെ ട്രീറ്റ്മെൻറ്റാണ്. അതും പെർസെപ്റ്റീവ് അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാം. അതിന് വേറെ ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 44A വേറെ ട്രീറ്റ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ സ്പെസിഫൈഡ് പ്രൊഫഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അതിനും വേറെ ട്രീറ്റ്മെൻ്റ് ആണ്. സോ അവിടെ ഈ റൂള് ബാധകമല്ല. ആൻഡ് ദ പേഴ്സൺ ഏണിംഗ് ഇൻകം ഇൻ ദ നാച്ചർ ഓഫ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ്. കമ്മീഷനോ ബ്രോക്കറേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ അതും അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇൻകവും ഇവിടെ ബാധകമല്ല. അതായത് ഈ പ്രൊവിഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസി ബിസിനസ് ആണെങ്കിൽ ഓക്കെ, അവിടെയും ഈ പറയുന്ന പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. സോ പറഞ്ഞ കാര്യം, ടോട്ടൽ സെയിൽസിനെ അല്ലെങ്കിൽ ആ ടോട്ടൽ സെയിൽസിന്റെ സെർട്ടൻ പെർസെൻറ്റേജിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാ? നമ്മുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാ. മനസ്സിലായി? ബാക്കിയുള്ള കമ്പ്യൂട്ടേഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷെ പറയുന്ന കണ്ടീഷൻസ് 2 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണം, 2 കോടി രൂപയ്ക്ക് താഴെയായിരിക്കണം നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ ഗുഡ്സ് ക്യാരേജസിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പാടില്ല. സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ പാടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വലോ റെസിഡൻറ്റ് HUFO പാർട്ണർഷിപ്പ് ഫേമോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന സെക്ഷൻ 44AD എന്ന് പറയുന്നത് യൂസ്ഫുൾ ആവും, ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇത് കൂടാതെയുള്ള കണ്ടീഷൻസ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ കിടന്നാലേ അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ആദ്യത്തേനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു കുറേ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന എക്സ്പെൻസുകളും കാര്യങ്ങളും ഒന്നും ട്രീറ്റ് ചെയ്യരുത്. അങ്ങനെയല്ലേ പറഞ്ഞേ? ഈ പറയുന്ന എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ട്രീറ്റ് ചെയ്യരുത്. ടോട്ടൽ സെയിൽസ് വാല്യൂവിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് മനസ്സിൽ കിടക്കുവാണെങ്കിൽ നോക്കി, അടുത്തത് കണ്ടീഷൻസ് പറയുന്നു നോക്കി. ദ അസസി ഹാസ് നോട്ട് ക്ലെയിംഡ് എനി ഡിഡക്ഷൻ under section 10AA or 80HH or 80RRB in the relevant assessment year. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലേ, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 പ്രകാരം കുറച്ച് ഡിഡക്ഷൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ 44AD അപ്ലിക്കബിൾ ആവുന്ന അസസി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10AA പ്രകാരമുള്ള ഡിഡക്ഷൻസോ 10HH തൊട്ട് 10RRB വരെ പറയുന്ന ഡിഡക്ഷൻസോ എന്ത് ചെയ്യാൻ പാടില്ല? ക്ലെയിം ചെയ്യാൻ പാടില്ല. നമ്പർ 1. നമ്പർ 2, all the deduction under section 30 to 38. PGBP പ്രകാരം നിങ്ങൾ പഠിച്ച സെക്ഷൻ 30 തൊട്ട് സെക്ഷൻ 38 വരെയുള്ള ഒരു ഡിഡക്ഷൻസും എന്ത് ചെയ്യാൻ പാടില്ല? ക്ലെയിം ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ പോലും ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആർ ഡീംഡ് ടു ഹാവ് ബീൻ ഓൾറെഡി അലൗഡ് ആൻഡ് നോ ഫർദർ ഡിഡക്ഷൻ ഈസ് അലൗഡ് അണ്ടർ ദി സെക്ഷൻ. അതായത് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ടേൺ ഓവറിൽ നിന്ന് മൈനസ് ചെയ്യാൻ പാടില്ല. പക്ഷേ അസറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് ചെയ്യാം. However, allowed under also in the case of a firm, no deduction in respect of salary, interest or partner under section 40B shall be allowed. അതായത് നോക്കി, നോ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് നമ്മുടെ ഫേം പഠിച്ചപ്പം ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സും ഇൻട്രസ്റ്റ് ടു അല്ലെങ്കിൽ സാലറി ടു പാർട്ട്നേഴ്സും പഠിച്ചു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന പോലെ ഡിഡക്ട് ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? സോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ, ഒരു തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സോ സാലറി ടു പാർട്ട്നേഴ്സോ ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? ആൻഡ് ദ അസസി ക്യാൻ വോളണ്ടറിലി ഡിക്ലെയർ എ ഹയർ ഇൻകം ഇൻ ഹിസ് റിട്ടേൺ. അതായത് നോർമൽ പ്രൊവിഷൻസ് പ്രകാരം നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ ഉണ്ടെങ്കിൽ, കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ an assessee opting for the above scheme shall be exempted from maintenance of books of account related to such business as required under section 44AA. ഒരു ഭാരം കൂടെ നോക്കി, സെക്ഷൻ 44A പറയുന്നുണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. നിർബന്ധമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ കുറേ കണ്ടീഷൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെങ്കിൽ
എന്താണെങ്കിൽ നിങ്ങൾ ഈ സ്കീമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടാക്സ് മാത്രം അടച്ചാൽ മതി. ഇവിടെ എന്തും കൂടെ നിർബന്ധമില്ല, നിങ്ങളുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പോലും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. The above estimated income is aggregated with the other income of the assessee from any other business or under any other head of income. Further deduction under section chapter 6A. Other than ഏത് പ്രകാരം 80 HH തൊട്ട് 80 RRB വരെയുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല. അല്ലാത്ത എല്ലാ ഡിഡക്ഷൻസും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതായത് ഇത് PGBPക്ക് മാത്രമാണ് ബാധകം. ഈ കിട്ടുന്ന ഇൻകത്തിനെ PGBP പ്രകാരമുള്ള ഇൻകമായിട്ട് കാണിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ സാലറിയോ ഹൗസ് പ്രോപ്പർട്ടിയോ ക്യാപിറ്റൽ ഗെയിനോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്യുന്നു. ടോട്ടൽ ഇൻകം കിട്ടും. ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 44 AD അപ്ലിക്കബിൾ ആണെങ്കിൽ 80 HH തൊട്ട് 80 RRB വരെയുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ വരുന്ന ബാക്കിയുള്ള എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്യാം. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാം. മനസ്സിലായി? ആൻഡ് the brought forward loss, if any, shall be subtracted from such estimated income as per the provision of this act. ഏതെങ്കിലും കഴിഞ്ഞ വർഷത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ബ്രോഡ് ഫോർവേഡ് ലോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഒരിക്കൽ കൂടെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ സർട്ടേൺ പെർസെൻറ്റേജ് എത്രയാണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ആ സർട്ടേൺ പെർസെൻറ്റേജിനെ നമ്മുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതല്ലാതെ അതിന് വേണ്ടി വരുന്ന ഒരു തരത്തിലുള്ള എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മൈനസ് ചെയ്യാനോ കാര്യത്തിനൊന്നും പറ്റില്ല. ഡിപ്രീസിയേഷൻ പോലും ചാർജ് ചെയ്യാൻ പാടില്ല. എന്തായിട്ട് ഡിപ്രീസിയേഷൻ അസറ്റിന് ചാർജ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് ആ അസറ്റിൻ്റെ വാല്യൂ കുറച്ച് കാണിച്ചോ. അതല്ലാതെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ P&L കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് P&L പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എലമെന്റ് പോലും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇനി പഠിക്കാനുള്ളത് റേറ്റ് ആണ്. നോക്കി, എസ്റ്റിമേറ്റഡ് ഇൻകം where the amount of turnover or gross receipts received by an account payee check or account payee bank draft or use of ECS or through any prescribed electronic mode during the previous year or before the due date of filing of return. എത്രയാണോ അങ്ങനെ കിട്ടുന്നത് അതിൻ്റെ 6% PGBPയുടെ ഇൻകം ആയിട്ട് എടുക്കുന്നു. മനസ്സിലായി? ബാലൻസ് ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 8% നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇൻകം ആയിട്ട് എടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് ടേൺ ഓവർ ആയിട്ട് 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇതിനകത്ത് 10 ലക്ഷം രൂപ ബാങ്ക് ത്രൂവും 5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക. മനസ്സിലായി? ടോട്ടൽ ടേൺ ഓവർ, ടോട്ടൽ സെയിൽസ് വാല്യൂ ആയിട്ട് 10 ലക്ഷം 5 ലക്ഷം കൂടെ ചേർത്ത് 15 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതിനകത്ത് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്ക് ത്രൂ ആണ് കിട്ടിയിട്ടുള്ളെങ്കിൽ അതിൻ്റെ 6%. മനസ്സിലായി? എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? നമ്മുടെ ബിസിനസിൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി 5 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് ക്യാഷ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ 8% എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ബിസിനസിൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതിനെ നമ്മുടെ ടോട്ടൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്ത് ചാർജ് ചെയ്യും. ഓക്കെ, പക്ഷേ അതിനും അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് റൂളും കൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് പ്രൊവിഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ അണ്ടർ സെക്ഷൻ 44 AD സബ്സെക്ഷൻ 4 പ്രകാരം പറയുന്നത് ദ ഡിക്ലെയർസ് വേർ ആൻ എലിജിബിൾ അസസി, അതായത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എലിജിബിൾ ആയിട്ടുള്ള ഒരു അസസി ഡിക്ലെയർസ് പ്രോഫിറ്റ് ഫോർ എനി പ്രീവിയസ് ഇയർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി സെക്ഷൻ. അതായത് ഇത് പ്രകാരം സ്പെസിഫൈഡ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നോക്കിയേ, ഡിക്ലെയർസ് ലോവർ പ്രോഫിറ്റ്, അതായത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പ്രൊവിഷൻസ് പ്രകാരം സെയിൽസിൽ നിന്ന് ഈ പറയുന്ന സെക്ഷൻ 30 തൊട്ട് 36 വരെയുള്ള കാര്യങ്ങളെല്ലാം മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ലോവർ ഇൻകം ആണെങ്കിൽ നിങ്ങൾ അത് കാണിച്ചാൽ മതി. സോ നിങ്ങൾ ഓൾറെഡി ഏത് അപ്ലൈ ചെയ്ത ആൾക്കാരായിരുന്നു? ഈ പറയുന്ന 8% ഓർ 6%. ദാറ്റ് മീൻസ് ആ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ പ്രകാരം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നിങ്ങൾക്ക് വരുന്ന വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ അങ്ങനെ ചെയ്യേണ്ട, അതിനേക്കാൾ കുറഞ്ഞതാണ് നിങ്ങൾ നോർമൽ പ്രൊവിഷൻസ് പ്രകാരം ചെയ്യുന്നതെങ്കിൽ, അതായത് നോർമൽ PGBP പ്രകാരം ചെയ്യുന്നത് ഇതിനേക്കാൾ കുറഞ്ഞ ഇൻകമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷേ നോക്കി, for any declares lower profit for any of the 5 assessment year relevant to the previous year succeeding the aforesaid provision. അങ്ങനെ അതായത് നിങ്ങൾ എന്ത് തുടങ്ങി, ഇത് ചെയ്തു തുടങ്ങി, ഈ 6% 8% എന്ന് പറയുന്ന റൂൾ അനുസരിച്ച് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ചെയ്തു തുടങ്ങി. ഈ ചെയ്തു തുടങ്ങിയിട്ട് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഏത് പ്രകാരം പഴയ റൂൾ പ്രകാരം തിരിച്ചു പോയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ then he shall not be liable to claim the benefit for the provision of this section for 5 assessment year subsequent to the assessment year relevant to the previous year in which he has been declared lower profit. മനസ്സിലായി? അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങളിത് തുടങ്ങി, ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയാൽ നിങ്ങൾ 5 വർഷം വരെ അത് എന്ത് ചെയ്യണം? ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് ഇവിടെ 3-ാമത്തെ വർഷം വെച്ച് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലെയും പ്രൊവിഷൻ 3-ാമത്തെ വർഷം വെച്ച് നിങ്ങൾ നോർമൽ
ഇൻകം ടാക്സ് പ്രൊവിഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ പറയുന്നത് നിങ്ങൾ എന്നാണോ ഇവിടെ ചേഞ്ച് വരുത്തുന്നത് അത് കഴിഞ്ഞ് 5 വർഷങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന സെക്ഷൻ 44AD എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പാടില്ല. മനസ്സിലായി? നമുക്കൊരു ഒരു ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ആൻ അസസി ക്ലെയിംസ് ടു ബി ടാക്സ്ഡ് ഓൺ പെർസെപ്റ്റീവ് ബേസിസ് അണ്ടർ സെക്ഷൻ 44AD ഫോർ ദ അസസ്മെന്റ് ഇയർ 2020. 2020-2021 പറയുന്ന അസസ്മെന്റ് ഇയറിൽ അങ്ങേര് എന്ത് ചെയ്യുന്ന സെക്ഷൻ 44AD എന്ന് പറയുന്ന റൂള് പ്രകാരമാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തത്. നമ്പർ 1, ഫോർ അസസ്മെന്റ് ഇയർ 2021-22 ആൻഡ് 22-23 he offers income on the basis of presumptive taxation scheme. അതായത് ഈ 2 വർഷവും അങ്ങേര് 44AD പ്രകാരം തന്നെയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് however for assessment year 2023 and 24 he did not opt to the presumptive scheme. അങ്ങേര് presumptive സ്കീമിനകത്തല്ല ചെയ്തത്, നോർമൽ സ്കീം പ്രകാരമാണ് അങ്ങനെ ചെയ്തത്. സോ എന്നാണോ വയലേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ റൂള് അപ്ലിക്കബിൾ ആവില്ല. അതായത് ഫ്രം 2024 to 25 അല്ലേ, അടുത്ത അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2024 to 25 തൊട്ട് 28 തൊട്ട് 29 വരെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പെർസെപ്റ്റീവ് സ്കീം എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് സെക്ഷൻ 44AD പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? സോ സെക്ഷൻ 44AD സബ്സെക്ഷൻ 4 പ്രകാരം പറയുന്നത് നിങ്ങളിത് തുടങ്ങിയാൽ 5 വർഷം ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇനി അങ്ങനെ 5 വർഷം കണ്ടിന്യൂ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഇടയിൽ വെച്ച് നിങ്ങളിത് മാറ്റി പഴയ പ്രൊവിഷൻസ് പ്രകാരം അല്ലെങ്കിൽ നോർമൽ ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ പ്രകാരം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ സെക്ഷൻ 44AD എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്കൊരു ഒരു എന്ത് നോക്കാം. അടുത്തൊരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ലോവർ ഇൻകം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇത് ചൂസ് ചെയ്തു എന്ന് വിചാരിച്ച് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് ഭാവിയിൽ ലോവർ ഇൻകം വരികയാണെങ്കിൽ ലോവർ ഇൻകം ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നോക്കി, എ ടാക്സ് പെയർ ക്യാൻ ഡിക്ലെയർ ഹിസ് ഇൻകം ടു ബി ലോവർ ദാൻ ദ ഡീംഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ സ്റ്റേറ്റഡ് അബവ്. ഇതിനേക്കാൾ കുറഞ്ഞതാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, കാണിക്കാം. The following consequences are applicable if the taxpayer declares his income which is lower than the deemed profit and gains stated above. അതായത് 8%ഓ 6%ഓ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിനേക്കാൾ കുറവാണ് നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവുന്ന പ്രോഫിറ്റ് എങ്കിൽ, ആക്ച്വലി ഉണ്ടാവുന്ന ഇൻകം എങ്കിൽ നിങ്ങൾക്ക് അത് ഡിക്ലെയർ ചെയ്യാം. ഇത് തന്നെ കാണിക്കണമെന്ന് മാൻഡാറ്ററി പ്രൊവിഷൻസ് എവിടെയും പറയുന്നില്ല, മനസ്സിലായി? അത് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നോക്കി, the taxpayer will have to maintain the books of accounts as per section 44AA. സെക്ഷൻ 44AA പ്രകാരം പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻകം ഓർ ടേൺ ഓവർ. എത്ര രൂപ ഇൻകം ഉണ്ട്, എത്ര രൂപ ടേൺ ഓവർ ഉണ്ട് എന്നെല്ലാം വിട്ടേക്കുക. ഇഫ് ഹിസ് ടോട്ടൽ ഇൻകം എക്സീഡ് ദ എക്സംഷൻ ലിമിറ്റ്. മനസ്സിലായി? എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ. അത് ഈ പറയുന്ന പോലെ ഡിപ്പെൻസ്, മാറിക്കൊണ്ടിരിക്കും. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2,50,000 ആണ് പറയുന്നത്. സോ ആ എക്സംഷൻ ലിമിറ്റിനേക്കാൾ മുകളിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സെക്ഷൻ 44AA പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. മനസ്സിലായി? അത് എന്തിനായിരിക്കും അങ്ങനെ കൊണ്ടുവന്നത്? അതായത് ഇത്രയും നാൾ വരെ 6%, 8% വരെ എടുത്ത ആൾ നിങ്ങൾ നാളെ പറയുകയാണ്, അയ്യോ എനിക്ക് ഇത്രയൊന്നും ഇൻകം ഇല്ല, എനിക്ക് ആകെ വളരെ കുറച്ച് ഇൻകം ഉള്ളൂ, സോ ഞാൻ അത് അപ്ലൈ ചെയ്യാൻ പോവാണ്, അതിലോട്ട് മാറാൻ പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണം. ആ എവിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ എവിഡൻസിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, സെക്ഷൻ 44AA പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അതുകൂടാതെ സെക്ഷൻ 44AB പ്രകാരം പറയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യും കൂടെ വേണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയായിരുന്നു? ഇതേപോലെ നോർമൽ പ്രൊവിഷൻസ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, സെക്ഷൻ 44A നോർമൽ പ്രൊവിഷൻസ് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 44AA പ്രകാരവും AB പ്രകാരവും എന്ത് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം കൂടെ നോക്കാം. എക്സാൻ കമ്പനി എ ഫേം എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ട്രേഡിംഗ് ഓഫ് ക്ലോത്ത്. ടേൺ ഓവർ തന്നിരിക്കുന്നത് എത്രയാണ്? ടേൺ ഓവർ തന്നിരിക്കുന്നത് മൊത്തം 57,80,000 രൂപയാണ് ടേൺ ഓവർ ആയിട്ട് തന്നിരിക്കുന്നത്. അതിനകത്ത് ഔട്ട് ഓഫ് വിച്ച് 25 lakhs ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ അക്കൗണ്ട് പേ ചെക്ക്. സോ 57,80,000 25 ലക്ഷം രൂപ അക്കൗണ്ട് പേ ചെക്ക് ആണെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് തീർച്ചയായിട്ടും എന്തായിരിക്കും, ക്യാഷ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്. ഇറ്റ് വാണ്ട്സ് ടു ക്ലെയിം ദ ഫോളോയിങ് ഡിഡക്ഷൻസ്.
നോക്കി, സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് പെർമിറ്റഡ് അണ്ടർ സെക്ഷൻ 40B പ്രകാരം 60,000 രൂപയുണ്ട്. സാലറി ടു എംപ്ലോയീസ് 4,90,000, ഡിപ്രീസിയേഷൻ 2,70,000, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് 35,90,000 ആൻഡ് അതർ എക്സ്പെൻസസ് 13,45,000. അങ്ങനെ ടോട്ടൽ നമ്മുടെ സെയിൽസ് എന്ന് ടേൺ ഓവർ എന്ന് പറയുന്നത് 57,80,000 ആണെങ്കിൽ അതിനകത്ത് നിന്ന് എത്ര മൈനസ് ചെയ്യാം? ടോട്ടൽ എമൗണ്ട് ആയിട്ട് 57,55,000 രൂപ നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 25,000 രൂപ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് ഒന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് ഇതാണ് ഒരു ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാം. മനസ്സിലായി? അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് നോർമൽ എന്താണ് കിട്ടുന്നതെങ്കിൽ ഇൻകം കിട്ടുന്നത് മറ്റേ പെർസെപ്റ്റീവിനേക്കാൾ വളരെയധികം കുറവാണെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സബ്മിറ്റ് ചെയ്യാം. ആകെ കൂടെ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? സെക്ഷൻ 44A പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും AB പ്രകാരം ഓഡിറ്റ് ചെയ്യും വേണം, അല്ലേ? നോക്കി, ഇനി determine the net income of Exxon company for the assessment year 2011-12 assuming that the taxable interest അതായത് അതർ സോഴ്സ് ആയിട്ട് ഒരു 90,000 കിടപ്പുണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഒരു 1,40,000 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിടപ്പുണ്ട്. The firm is eligible for a deduction 80G പ്രകാരം ഒരു 15,000 റുപ്പീസ് നമുക്ക് എന്തും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്, ഡിഡക്ഷനും കൂടെ കിട്ടാണ്, അല്ലേ? ഇവിടെ നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 57,80,000 25,000 6%, ബാലൻസ് എമൗണ്ടിനും 8% കൊടുക്കുമ്പോൾ എന്തായാലും കിട്ടുന്നത് ഈ പറയുന്ന 25,000 വലിയ കൂടിയ എമൗണ്ട് ആയിരിക്കാം. സോ നമ്മൾ അത് ഒരിക്കലും ക്ലെയിം ചെയ്യില്ല, അല്ലേ? നമ്മൾ ഏത് മാത്രമേ ചെയ്യുള്ളൂ? ദാറ്റ് മീൻസ് 2 കോടി രൂപയ്ക്ക് താഴെ ഇൻകം ഉള്ളത് കൊണ്ട് നമുക്ക് 44AD എന്ന് പറയുന്നത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഏത് മാത്രം ചെയ്താൽ മതി? ഇത് മാത്രം ചെയ്താൽ മതി. അതായത് ഇവിടെ PGBP പ്രകാരം 25,000 രൂപ ഇൻകം വരും, ക്യാപിറ്റൽ ഗെയിൻ പ്രകാരം 1,40,000 വരും, അതർ സോഴ്സ് പ്രകാരം 90 വരും, അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള ഇൻകം 2,55,000 കിട്ടും. അതിനകത്ത് 15,000 റുപ്പീസ് എന്ന് പറയുന്നത് 80G പ്രകാരം ഡിഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയേ വരുള്ളൂ? 2,40,000 റുപ്പീസേ വരുള്ളൂ. സോ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണേ. പക്ഷേ നോക്കി, hence the firms may be assessed for such lesser income provided the following conditions are satisfied. എന്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ? സെക്ഷൻ 44A പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും സെക്ഷൻ 44AB പ്രകാരം ഓഡിറ്റ് ചെയ്യും വേണം. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അതായത് നിങ്ങൾ പെർസെപ്റ്റീവ് ടാക്സേഷൻ എലിജിബിൾ ആണ് എന്ന് വിചാരിച്ചത് കൊണ്ട് നിങ്ങൾ പെർസെപ്റ്റീവ് ടാക്സേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നിങ്ങൾക്ക് നോർമലി ഏത് പ്രകാരം ചെയ്യാം? നോർമൽ കിട്ടുന്ന ഇൻകം ടാക്സിൻ്റെ പ്രോഫിറ്റ് കുറവാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ഏതും കൂടെ ചെയ്യണമെന്നുള്ളൂ, അത് ഓഡിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ അതും കൂടെ ചെയ്യണമെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി നോർമൽ പ്രൊവിഷൻസ് അല്ലാതെ പെർസെപ്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കിയേ, ടോട്ടൽ 57,80,000 രൂപയാണ്. അതിനകത്ത് 25,00,000ൻ്റെ 6% എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപ വരും, അല്ലേ? ഇനി 8% ബാലൻസ് 57,80,000ൻ്റെ 25 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി 32,80,000 വരും. അതിൻ്റെ 8% എന്ന് പറയുമ്പോൾ 2,62,000 രൂപ വരും. അപ്പം ബിസിനസിൻ്റെ ഇൻകം മാത്രം എത്ര രൂപയായി? 4,12,400 രൂപ വരും. അത് ചെയ്യുമോ? അത് ചെയ്യില്ല. സോ അങ്ങനെ ചെയ്യുന്ന നേരത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 6,27,400 രൂപയാണ്. സോ അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യില്ല? ഫോളോ ചെയ്യില്ല. ഓക്കെ, സോ ഇതൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഇതിനകത്ത് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചെയ്യാം? പെർസെപ്റ്റീവ് ടാക്സേഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. സോ ഇതിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 44ADA പ്രകാരം പ്രൊഫഷണൽ ഇൻകം. ഓക്കെ, അതായത് നമ്മൾ സെക്ഷൻ 44AD പറയുമ്പോൾ നമ്മളൊരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാനുള്ള കാരണം ഇവിടെ നോക്കി, applicable to any resident assessee. Conditions: engaged in the profession. Assessee must be engaged in any profession under section 44AA. സെക്ഷൻ 44AA പ്രകാരം സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്പെസിഫൈഡ് പ്രൊഫഷൻസിനകത്ത് എൻഗേജ് ചെയ്തിരിക്കുന്ന അസസീസ് ആണെങ്കിൽ നോക്കി, മെഡിക്കൽ, ലീഗൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷൻ ഫോർ അക്കൗണ്ടൻസി, ടെക്നിക്കൽ കൺസൾട്ടൻസി, ഇന്റീരിയർ ഡെക്കറേഷൻ, അങ്ങനെ ഏത് വേണേലും ആവാം. അങ്ങനെ സ്പെസിഫൈഡ് പ്രൊഫഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നോക്കി, മാക്സിമം റെസിപ്റ്റ്, നിങ്ങളുടെ ടോട്ടൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് താഴെയാണെന്ന് വിചാരിക്കുക. അതായത് ആദ്യത്തെ സെക്ഷൻ 44ADക്കകത്ത് ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സെക്ഷൻ 44ADAക്കകത്ത് ഏതിനെ കുറിച്ചാണ് പറയണേ? പ്രൊഫഷനെ കുറിച്ചാണ് പറയണേ. സോ നിങ്ങൾ അങ്ങനെ ഒരു പ്രൊഫഷനിലാണ് ഏർപ്പെട്ടിരുന്നെങ്കിൽ ആ പ്രൊഫഷൻ കാരണം നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിനകത്ത് കിട്ടിയിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിനേക്കാൾ കുറവാണെങ്കിൽ എസ്റ്റിമേറ്റഡ് ഇൻകം എത്രയാണെന്ന് നോക്കി. എത്രയാണോ നിങ്ങളുടെ ഗ്രോസ് റെസിപ്റ്റ് അതിൻ്റെ 50%-നെ പ്രൊഫഷൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ?
However, a taxpayer can voluntarily declare higher income in his return. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് മറ്റേവിടെ 6% 8% ഉള്ളൂ അല്ലേ, ബിസിനസ് ആണെങ്കിൽ 6% 8% ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രൊഫഷൻ ആകുമ്പോൾ ഈ പറയുന്ന സെക്ഷൻ 44A പ്രകാരം പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് പ്രൊഫഷനകത്ത് ഏതെങ്കിലുമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഫഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ റെസീപ്റ്റ് എത്രയാണോ അതിൻ്റെ 50% ആ പ്രൊഫഷൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് 50% മാത്രമേ നമുക്ക് എന്തായിട്ട് വരുള്ളൂ, എക്സ്പെൻസസ് ആയിട്ട് വരുള്ളൂ. ബാക്കിയുള്ള ഫുൾ എമൗണ്ടിനെയും ദാറ്റ് മീൻസ് ബാക്കിയുള്ള 50% നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, പ്രൊഫഷൻ്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ബാക്കി എല്ലാം പറയുന്നത് സെയിം കണ്ടീഷൻസ് ആണ്. 44ADക്കകത്ത് എന്താണോ പറയണേ അതേ കാര്യം തന്നെയാണ് സെക്ഷൻ 44ADAക്കകത്തും പറയണേ. എന്തൊക്കെയാണെന്ന് നോക്കി. ദ എസ്റ്റിമേറ്റഡ് ഇൻകം ഈസ് കോംപ്രഹെൻസീവ് ആൻഡ് നോ ഫർദർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 30 to 38 ഷാൽ ബി അലൗഡ്. അവിടെ പറഞ്ഞല്ലേ സെക്ഷൻ 30 തൊട്ട് 38 വരെയുള്ള ഒരു ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യാൻ പാടില്ല. Second one, depreciation is deemed to have been already allowed. The written down value of asset will be calculated as if the depreciation is allowed. അതായത് ഡിപ്രീസിയേഷൻ പോലും മൈനസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യാം. And the above estimated income is aggregated with the other income of the assessee. നോർമലി പറഞ്ഞതുപോലെ ഇതിനെ PGBPയുടെ ഇൻകം ആയിട്ട് കാണാം. അതിൻ്റെ കൂടെ സാലറിയോ ഹൗസ് പ്രോപ്പർട്ടിയോ ക്യാപിറ്റൽ ഗെയിനോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് അതിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. And the brought forward loss shall be subtracted from such estimated income as per the provision of that. 44ADക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യാം. ഓക്കെ, ആൻഡ് assessee can declare his income lower than the estimated. അവിടെ പറഞ്ഞതുപോലെ ഏതാ ലോവർ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. പക്ഷേ എന്ത് ചെയ്യണം, 44AA പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും 44AD പ്രകാരം എന്തും കൂടെ ചെയ്യണം, 44AD പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റും കൂടെ ചെയ്യണം. ഒറ്റ വ്യത്യാസമാണ് മെയിൻ ആയിട്ട് പറയണേ. കണ്ടോ, അസസി ക്യാൻ ചേഞ്ച് ഹിസ് ഓപ്ഷൻ ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷം കൂടുന്തോറും അസസിക്ക് ഓപ്ഷൻ മാറ്റാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല പറഞ്ഞേ. അവിടെ ഓപ്ഷൻ മാറ്റിയാൽ അടുത്തൊരു 5 വർഷത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞായിരുന്നു. ഏതിനകത്ത്? സെക്ഷൻ 44ADക്കകത്ത്. ഇവിടെ ADA ആകുമ്പോൾ പ്രൊഫഷൻ ആകുമ്പോൾ ഏത് വർഷം വേണമെങ്കിലും വരാം. ഓക്കെ, സോ രണ്ടിനകത്തും പറഞ്ഞിരിക്കുന്ന കോമൺ കണ്ടീഷൻസ് ആണ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവിടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 8% or 6% ട്രീറ്റ് ചെയ്യാം. ഇവിടെ അത് പ്രൊഫഷൻ ആകുമ്പോൾ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 50% നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി പഠിക്കാനുള്ളത് സെക്ഷൻ 44AE ആണ്. അതായത് സെക്ഷൻ 44ADക്കകത്ത് നമ്മൾ ബിസിനസ്സുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ, അതായത് സെക്ഷൻ 44ADക്കകത്ത് അപ്ലിക്കബിൾ ആവുന്ന ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞപ്പം അവിടെ ഒരു എക്സംഷൻ പറഞ്ഞു. എന്താ? സെക്ഷൻ 44AE പ്രകാരം ചെയ്യുന്ന ബിസിനസ്സുകളാണെങ്കിൽ സെക്ഷൻ 44AD പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പെർസെപ്റ്റീവ് ടാക്സേഷൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സോ അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു, സെക്ഷൻ 44AEക്കകത്ത് അതൊരു സെപ്പറേറ്റ് ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഈ പ്രീ അസംഷൻ ബേസിനകത്ത് ആ ബിസിനസിൻ്റെ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. സോ നോക്കി, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അതാണ്. ദാറ്റ് മീൻസ് ബിസിനസ് ഓഫ് പ്ലേയിങ്, ലീസിംഗ് ഓർ ഹയറിംഗ് ഗുഡ്സ് കാരേജസ്, സെക്ഷൻ 44AE. അതായത് സെക്ഷൻ 44AE പ്രകാരം പറയുന്നത് ദ ഫസ്റ്റ് വൺ, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് അസസി വേണമെങ്കിലും ആവാം. പക്ഷേ നിങ്ങളുടെ ബിസിനസ് എന്തായിരിക്കണം? ടാക്സ് പെയർ ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിംഗ് ഗുഡ്സ് കാരേജസ്. നിങ്ങൾക്ക് കുറേ ഗുഡ്സ് കാരേജസ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഈ ലോറി പോലെ വലിയ വണ്ടികൾ നിങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ ഈ വാടകയ്ക്കോ അല്ലെങ്കിൽ അത് ഓട്ടത്തിനോ അല്ലെങ്കിൽ അത് ഹയറിങ്ങിനോ ലീസിങ്ങിനോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോസസ്സിനകത്താണ് നിങ്ങൾ വിടുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ, ഓക്കെ, ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ പറയുന്ന പ്രീ അസംഷൻ ബേസിനകത്ത് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഇതും നോർമലി ബാക്കിയുള്ള രണ്ടെണ്ണം പറഞ്ഞ പോലെ ADയും ADAയും പറഞ്ഞതുപോലെ ഇതും പ്രീ അസംഷൻ ആണ്. അല്ലെങ്കിൽ ഇതും മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വളണ്ടറിലി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മനസ്സിലായി? സോ ഇവിടെ നോക്കി, ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ദ ടാക്സ് പെയർ ഓൺസ് നോട്ട് മോർ ദാൻ 10 ഗുഡ്സ് കാരേജസ്. ഒരു കാരണവശാലും 10ൽ കൂടുതൽ ഗുഡ്സ് കാരേജസ് ഉണ്ടാവാൻ പാടില്ല അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഒരു സമയത്ത് പോലും ഈ പറയുന്ന അസസിയുടെ കയ്യിൽ 10 ഗുഡ്സ് കാരേജസിന് മുകളിൽ ഉണ്ടാവാൻ പാടില്ല. 10 മുകളിൽ ഉണ്ടെങ്കിൽ ഈ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. എന്ത് ചെയ്തേ പറ്റൂ? നോർമൽ പ്രൊവിഷൻസ് പ്രകാരം ചെയ്തേ പറ്റൂ. മനസ്സിലായി? ഫോർ ദിസ് പർപ്പസ് എ ടാക്സ് പെയർ ഹു ഈസ് ഇൻ ദ പൊസഷൻ ഓഫ് ഗുഡ്സ് കാരേജസ് വെദർ ടേക്കൺ ഓൺ ഹയർ പർച്ചേസ് ഓർ ഇൻസ്റ്റാൾമെന്റ്, നിങ്ങൾ ഹയർ പർച്ചേസിനോ ഇൻസ്റ്റാൾമെന്റിനോ എടുത്തതാവാം, ആൻഡ് ഫോർ വിച്ച് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് ദ എമൗണ്ട് പേയബിൾ ഈസ് സ്റ്റിൽ ഡ്യൂ. അതായത് നിങ്ങളിത് എടുത്തിട്ട് ₹1 പോലും തിരിച്ചടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഷാൾ ബി ഡീംഡ് ടു ബി ദ ഓണർ ഓഫ് സച്ച് കാരേജസ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സ് കാരേജസ് നിങ്ങളുടെ ഓണർഷിപ്പിനകത്തോട്ട് വരുന്നതായിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, സോ സെക്ഷൻ 44AEക്കകത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലേയിങ്, ഹയറിംഗ് ആൻഡ് ലീസിംഗ് ഓഫ് ഗുഡ്സ് കാരേജസ് എന്ന് പറയുന്ന ബിസിനസ്സിന് മാത്രം അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, പ്രീവിയസ് ഇയറിനകത്ത്
ഒരിക്കൽ പോലും നിങ്ങളുടെ കയ്യിൽ 10 എണ്ണത്തിൽ കൂടുതൽ എന്തുണ്ടാവാൻ പാടില്ല, 10 എണ്ണത്തിൽ കൂടുതൽ, 10 വരെ ആവാം, 10 എണ്ണത്തിൽ കൂടുതലുള്ള ഗുഡ്സ് ക്യാരേജസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കി സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യണേ, ടോട്ടൽ അതിൻ്റെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യും. സെയിൽസ് എന്ന് പറയാൻ പറ്റില്ല, ടോട്ടൽ റവന്യൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 9 ഗുഡ്സ് ക്യാരേജസ് ഉണ്ടെന്ന് വിചാരിക്കുക. 9 നിങ്ങൾ ഈ 12 മാസം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇൻകം അല്ലേ, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ റവന്യൂ. ഇൻകം അല്ല, ഇതാണ് നിങ്ങളുടെ റവന്യൂ. ഇതിൽ നിന്ന് ഡ്രൈവർമാർക്ക് കൊടുത്ത സാലറി, അല്ലെങ്കിൽ പെട്രോള്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇങ്ങനെ പറയുന്ന ആ ലോറിയുമായിട്ട് അല്ലെങ്കിൽ ആ ഗുഡ്സ് ക്യാരേജസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമുക്ക് മൈനസ് ചെയ്യാം. സപ്പോസ് ഒരു 8 ലക്ഷം രൂപയുടെ എക്സ്പെൻസസ് ഉണ്ടെന്ന് വിചാരിക്കുക. 8 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് മൈനസ് ചെയ്താൽ ബാക്കി 2 ലക്ഷം രൂപ നിങ്ങളുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. പക്ഷേ ഇവിടെ പറയുന്നത് ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പോംവഴിയും കൂടെ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ നേരത്തെ 2 എണ്ണത്തിനകത്തും സെക്ഷൻ 44 ADക്കകത്തും AEക്കകത്തും ഇമ്പോർട്ടൻസ് കൊടുത്തത് റവന്യൂ ആയിരുന്നു അല്ലേ. 44 ADക്കകത്ത് ഈ റവന്യൂവിൻ്റെ 8% ഓർ 6% ട്രീറ്റ് ചെയ്തു. ഇനി അത് തന്നെ പ്രൊഫഷൻ ആണെങ്കിൽ റവന്യൂവിൻ്റെ 50% ട്രീറ്റ് ചെയ്തു. ഇവിടെ 44 AEക്കകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റവന്യൂവിനല്ല, നമ്പർ ഓഫ് ഗുഡ്സ് ക്യാരേജസിനാണ്. മനസ്സിലായി? നിങ്ങളുടെ കയ്യിൽ എത്ര ഗുഡ്സ് ക്യാരേജസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻറ്റ്. നോക്കി ഇവിടെ പ്രീ അസംഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നോക്കി വെഹിക്കിൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് നോട്ട് മോർ ദാൻ 12 മെട്രിക് ടൺ. ഇതിനെ നമ്മൾ ലൈറ്റ് ഗുഡ് വെഹിക്കിൾസ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾസ് ആണുള്ളതെങ്കിൽ ഒരെണ്ണത്തിന് 7500 രൂപ പെർ മന്ത് പെർ വെഹിക്കിൾസ്. ഒരു മാസം 7500 രൂപ വെച്ച് നമുക്ക് അതിൻ്റെ എന്തായിട്ട് പെർസെപ്റ്റീവ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. മനസ്സിലായി? അതായത് പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങളുടെ കയ്യിൽ 5 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ആണുള്ളതെന്ന് വിചാരിക്കുക സപ്പോസ്. സോ 5 എണ്ണത്തിന് 7500 രൂപ വെച്ച് 12 മാസം. ഇത്രയും രൂപയാണ് നിങ്ങളുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ, റവന്യൂ ആയിട്ടല്ല, ഇത്രയും രൂപയാണ് നിങ്ങളുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഇതിൽ നിന്ന് ബാക്കിയുള്ള 2 എണ്ണം ചെയ്യുന്നത് പോലെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും മൈനസ് ചെയ്യാനും പാടില്ല. മനസ്സിലായി? ഇനി ഇത് തന്നെ 12 മെട്രിക് ടണ്ണിന് മുകളിലാണെന്ന് വിചാരിക്കുക. നോക്കി ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് മോർ ദാൻ 12 മെട്രിക് ടൺ ആണെങ്കിൽ ഇതിനെയാണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് എന്ന് പറയണേ. അവിടെ 7500 ഇമ്പോർട്ടൻസ്. ദാറ്റ് മീൻസ് 12 മെട്രിക് ടണ്ണിന് മുകളിലാണെങ്കിൽ ഓരോ മെട്രിക് ടണ്ണിനും എത്ര രൂപ വെച്ച്, 1000 രൂപ വെച്ച് ചാർജ് ചെയ്യും. അതായത് ഇപ്പോൾ 18 മെട്രിക് ടൺ ആണെങ്കിൽ ഒരു മാസം 18 × 1000 എത്ര വരും? 18000 രൂപ വരും ഒരു മാസം. സിറ്റുവേഷൻ മനസ്സിലായോ? സോ 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് സെക്ഷൻ 44 AE പ്രകാരം മനസ്സിലാക്കേണ്ടത്, ഓർമ്മിച്ച് വെക്കേണ്ടത്. 1, ഇത് ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യണം. 2, ഒരു കാരണവശാലും പ്രീവിയസ് ഇയറിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, 10 ഗുഡ്സ് ക്യാരേജസിന് മുകളിൽ പോകാൻ പാടില്ല. ആൻഡ് 3ാമത്തെ, നിങ്ങളുടെ കൈവശമുള്ള ഗുഡ്സ് ക്യാരേജസിനെ 2ആയിട്ടാണ് നമ്മൾ തരംതിരിക്കാൻ പോണേ. ഒന്ന് ലൈറ്റ് എന്നും പിന്നെ ഒന്ന് ഹെവി എന്നും. 12 മെട്രിക് ടണ്ണിന് താഴെയാണെങ്കിൽ അതിനെ ലൈറ്റ് എന്ന് പറയും. അങ്ങനെ ലൈറ്റ് ആണെങ്കിൽ ഓരോ മാസവും 7500 രൂപ വെച്ച് ചാർജ് ചെയ്യണം. മനസ്സിലായി? ഇനി രണ്ടാമത്തത് 12 മെട്രിക് ടണ്ണിന് മുകളിലാണെങ്കിൽ ഒരു മെട്രിക് ടണ്ണിന് 1000 രൂപ വെച്ച്. ഇപ്പോൾ 18 മെട്രിക് ടണ്ണിൻ്റെ വെഹിക്കിൾ ആണെങ്കിൽ 18 × 1000 18000. 14ൻ്റെ ആണെങ്കിൽ 14 × 1000 14000. അത്രയും വെച്ച് നമ്മൾ എന്ത് ചാർജ് ചെയ്യേണ്ടി വരും? ഇൻകം ആയിട്ട് ചാർജ് ചെയ്യേണ്ടി വരും. റവന്യൂ അല്ല, അത്രയും രൂപ നമ്മൾ ഇൻകം ആയിട്ട് ചാർജ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഞാനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു 2-3 സിറ്റുവേഷൻ നോക്കാം. ദ ഫസ്റ്റ് വൺ, നിങ്ങളുടെ കയ്യിൽ ഒരു 5 എന്തുണ്ടായിരുന്നു, 5 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. സോ 5 × 7500 × 12. മനസ്സിലായി? ഫസ്റ്റ് സിറ്റുവേഷൻ ആണ്. എന്താ, 5 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. സോ 5 എണ്ണത്തിന് 7500 വെച്ച് 12. സിറ്റുവേഷൻ നമ്പർ 2, നിങ്ങളുടെ കയ്യിൽ 5 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളും 4 ഹെവി ഗുഡ്സ് വെഹിക്കിളും ഉണ്ട്. 4 എണ്ണത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 16 മെട്രിക് ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 × 7500 × 12 അല്ലേ. ഇവിടെ 4 × 16 ആണ്. സോ 4 ഇവിടെ വരുമ്പം 4 × 16000 വരും ഒരു മെട്രിക് ടണ്ണിന്. 12 മെട്രിക് ടണ്ണിന് മുകളിൽ പോവുകയാണെങ്കിൽ ഒരെണ്ണത്തിന് ഒരു മെട്രിക് ടണ്ണിന് 1000 രൂപ വെച്ച് 16000 വരും ഇൻറ്റു 12. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇത് രണ്ടും എളുപ്പമാണ്. ഇനി പറയാൻ പോകുന്നത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഒരു മാസം 7500 രൂപ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ, 7500 പെർ മന്ത് എന്നാണ് പറഞ്ഞേ. ഓക്കെ, ഇവിടെ ആ മന്ത് കംപ്ലീറ്റ് ആവണം. ദാറ്റ് മീൻസ് ആ 31 ഡേയ്സും അല്ലെങ്കിൽ 30 ഡേയ്സും നിങ്ങളുടെ കയ്യിൽ അത് അല്ലെങ്കിൽ അതിൻ്റെ പൊസഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല.
മനസ്സിലായോ? ദാറ്റ് മീൻസ് ഒരു ദിവസമാണെങ്കിൽ പോലും, ഒരു മാസം ഒരു ദിവസമാണെങ്കിൽ പോലും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അതേപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മാസം ഒരു ദിവസമാണെങ്കിൽ പോലും അതിൻ്റെ ഇൻകമായിട്ട് നിങ്ങൾ എത്ര രൂപ കാണിക്കണം? 7500 രൂപ കാണിക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? ഒരു മാസം ഒരു ദിവസമാണ്. ഇപ്പം ഏപ്രിൽ കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ മാസം 5-ാം തീയതി ഒരു വെഹിക്കിൾ വിറ്റു, 2 വെഹിക്കിൾ പുതിയത് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5-ാം തീയതി വരെയുള്ള ഗുഡ്സിന് ഓരോന്നിനും 7500 രൂപ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കുന്നതിനും 7500 രൂപ വെച്ച് കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മാസത്തിൽ ഒരു ദിവസമാണെങ്കിൽ പോലും, ഓക്കെ, ഒരു ദിവസമാണെങ്കിൽ പോലും അതിന് 7500 രൂപ വെച്ച് കൊടുക്കണം. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഏപ്രിലിൽ നിങ്ങളുടെ കയ്യിൽ 7 ലേറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഏപ്രിൽ, ഓക്കെ. സോ ഏപ്രിൽ മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 7 × 7500 ചെയ്യാം, അല്ലേ? ഏപ്രിൽ മെയിലും ഇതേപോലെ തന്നെ 7 × 7500 ചെയ്യാം, ഓക്കെ. ഇനി ജൂണിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് മീൻസ് 2 ലേറ്റ് ഗുഡ്സ് വെഹിക്കിൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ പോവാണ്, ഓക്കെ. ജൂൺ മാസം ഒരു 5-ാം തീയതി, ജൂൺ മാസം 5-ാം തീയതി നിങ്ങൾ 2 ലേറ്റ് ഗുഡ്സ് വെഹിക്കിൾ സെയിൽ ചെയ്യുന്നു. പകരം ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിൾ വാങ്ങിക്കുന്നു 16 മെട്രിക് ടണ്ണിൻ്റെ, ഓക്കെ. പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായല്ലോ? തുടക്കത്തിൽ നിങ്ങളുടെ കയ്യിൽ 7 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 7 × 7500 ചെയ്തു. മെയിലും 7 × 7500 ചെയ്തു. ഇനി ജൂണിൽ ചെയ്ത എന്താ? ജൂണിൽ മൊത്തം 7 എണ്ണമാണ്, അതിനകത്ത് 2 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നു, പുതിയത് ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിൾ നിങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജൂലൈ തൊട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജൂലൈ തൊട്ട് 5 എണ്ണത്തിൽ 2 എണ്ണം പോയി, ഇനി 5 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളേ ഉണ്ടാവുള്ളൂ, ആണോ? ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിളും വരും. സോ 5 × 7500 വരും. അതേപോലെ തന്നെ 1 × 16000 വരും. വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു വർഷം പുതിയ വെഹിക്കിൾ നിങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ 3 മാസം കഴിഞ്ഞു ഇൻറ്റു 9 ചെയ്യാം. കാരണം എന്താ? അടുത്ത 9 മാസവും ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് ജൂൺ എന്ന് പറയുന്ന മാസത്താണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജൂൺ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ജൂൺ 5-ാം തീയതി വരെ നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു, അല്ലേ? സോ ജൂൺ മാസത്തിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നേരത്ത് 7 × 7500 എടുക്കണം, ഓക്കെ. ആ മാസം വാങ്ങിച്ച പുതിയ ഒരെണ്ണം ഏതാ? ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ദാറ്റ് മീൻസ് 1 × 16,000 എടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? ഒരിക്കൽ കൂടെ, ജൂൺ മാസത്തിലെ പ്രത്യേകതയാണ് ഞാൻ പറയണേ. ജൂൺ മാസത്തിലെ തുടക്കത്തിൽ 7 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. ജൂൺ മാസം 5-ാം തീയതിയാണ് അതിലെ 2 എണ്ണം നമ്മൾ സെയിൽ ചെയ്തേ. ഒരു കുഴപ്പമില്ല, 5 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, 5 ദിവസം നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 7 എണ്ണത്തിനും എത്ര രൂപ വെച്ച്? 7500 രൂപ വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യണം. മനസ്സിലായോ? അത് കഴിഞ്ഞ് 5-ാം തീയതിക്ക് ശേഷമാണ് 2 എണ്ണം സെയിൽ ചെയ്യണേ, എന്നാലും കുഴപ്പമില്ല, ഓക്കെ. അത് കഴിഞ്ഞ് പുതിയ ഒരെണ്ണം നമ്മൾ വാങ്ങിക്കുന്നത് ഹെവി ഗുഡ്സ് ആണ് 16. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്കി, A B C D E F G ഇങ്ങനെ 7 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്, ആണോ? ഫസ്റ്റ് ജൂൺ 1-ാം തീയതി ഈ 7 എണ്ണം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇതിനകത്ത് 2 എണ്ണം നമ്മൾ സെയിൽ ചെയ്തു. 2 എണ്ണം സെയിൽ ചെയ്ത് ആ മാസം തന്നെ ഇസഡ് എന്ന് പറയുന്ന പുതിയൊരു ഹെവി ഗുഡ്സ് വെഹിക്കിളും വന്നു. സോ നോക്കിയേ, ഈ മാസത്തെ ടോട്ടൽ പൊസിഷൻ എടുക്കാൻ നേരത്ത് ഇതിൻ്റെ 7 എണ്ണത്തിൻ്റെ 7500 രൂപയും നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. ഈ സെഡ് എന്ന് പറഞ്ഞ പുതിയൊരു ഹെവി വാങ്ങിച്ചതിൻ്റെ എത്രയും ചാർജ് ചെയ്യേണ്ടി വരും? 16,000 റുപ്പീസും ചാർജ് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായി? സോ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണേ. ദാറ്റ് മീൻസ് ഒരു മാസം ഒരു ദിവസമാണ് അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും അതിന് എത്ര രൂപ വെച്ച് ചാർജ് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ ഹെവി ആണെങ്കിൽ ഇൻറ്റു മെട്രിക് ടൺ ചെയ്യണം, അല്ലെങ്കിൽ മെട്രിക് ടൺ ഇൻറ്റു 1000 ചെയ്യണം. ഇനി ഏതാണെങ്കിൽ ലേറ്റ് ആണെങ്കിൽ ഇൻറ്റു 7500 ചെയ്യണം. മനസ്സിലായോ? നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് കണ്ടീഷൻസും കൂടെ നമുക്ക് പറയാനുണ്ട്. നമ്മൾ എല്ലാത്തിനകത്തും, അതായത് 44 AD-ക്കകത്തും ADA-ക്കകത്തും പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ്. ഓക്കെ, ഇൻകം ഷാൾ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ മന്ത് വെൻ ദ അസസി അക്വയർ ദ പ്രോപ്പർട്ടി വെദർ ഇറ്റ് ഹാസ് ബീൻ പുട്ട് ടു യൂസ് ഓർ നോട്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആ ലോറി അല്ലെങ്കിൽ ആ ഗുഡ്സ് ക്യാരേജ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ കണ്ടീഷൻ ആയിട്ട് വരുന്നതേ അല്ല.
മനസ്സിലായി? അത് നിങ്ങൾ ഹയറിങ്ങിന് കൊടുത്തു തുടങ്ങിയോ ലീസിങ്ങിന് കൊടുത്തു തുടങ്ങിയോ എന്നുള്ളതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമ്മളെ ബാധിക്കുന്ന കാര്യം എത്ര ഉള്ളൂ, അതിൻ്റെ പൊസഷൻ നിങ്ങൾക്ക് കിട്ടിയോ, കിട്ടിയ ദിവസം തൊട്ട് 7500 രൂപ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മാസം ചാർജ് ചെയ്യണം. And the second one, the estimated income is comprehensive and no further deduction under section 30 to 38 shall be allowed. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 30 തൊട്ട് 38 വരെയുള്ള ഒരു ഡിഡക്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. And third one, in case of a firm, deduction in respect of remuneration and interest to partner, section 40B shall be further deductible from the incomes of computer. മനസ്സിലായി? 44 ADക്കകത്ത് പറഞ്ഞതുപോലെയല്ല, ഒരു വ്യത്യാസമുള്ളത് ഇവിടെ AE ആണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ നമുക്ക് ഏത് ക്ലെയിം ചെയ്യാൻ പറ്റും, സെക്ഷൻ 40B പ്രകാരമുള്ള ഫേമിൻ്റെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കണേ, അവിടെ അത് പറ്റില്ല, ഇവിടെ അത് അവൈലബിൾ ആണ്. ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ ഓൾറെഡി അലൗഡ്. നമ്മൾ അവിടെ പറഞ്ഞ അതേ കേസ് തന്നെയാണ് പറഞ്ഞത്, ഇനി ഡിപ്രീസിയേഷൻ അലൗ ചെയ്യാൻ പാടില്ല, പക്ഷേ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റിൻ്റെ വാല്യൂ എഴുതുന്ന നേരത്തെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യാം. ആൻഡ് the above estimated income is aggregate with the other income of the assessee. ആണോ? അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഈ ഇൻകത്തിനെ നമ്മൾ PGBP പ്രകാരമായിട്ടുള്ള ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ സാലറിയോ ഹൗസ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനോ അതർ സോഴ്സോ അങ്ങനെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് 80C പ്രകാരം തൊട്ട് അല്ലെങ്കിൽ 80C തൊട്ട് 80U വരെ ഉള്ള ഡിഡക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു, നമ്മുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ അർത്ഥം എന്നാ, ഇത് ബിസിനസിൻ്റെ ഇൻകം ആയിട്ട് മാത്രം കണക്കാക്കുക, ഇതിനെ വേറെ ഒന്നിലോട്ടും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, കണ്ടീഷൻസ് തീർന്നിട്ടില്ല. An assessee who estimate income from such a business as per section 44 AE or a higher income is not required to എന്ത് ചെയ്യണ്ട, ഈ AE പ്രകാരം നിങ്ങൾ ഇൻകം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ A പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനോ AB പ്രകാരം എന്ത് ചെയ്യാനോ ആ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാനോ നിൽക്കേണ്ട കാര്യമില്ല. ആൻഡ് in respect of his income from such a business, however, he has not complied with the requirements of both section 44 AA and AB in respect of his other business. അതായത് ഇത് ഈ ബിസിനസ്സിന് മാത്രമാണ് ബാധകം. നിങ്ങൾക്ക് ഈ ഗുഡ്സ് കാരേജസിൻ്റെ ബിസിനസ് അല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, ആ ബിസിനസ്സിന് ഏത് അപ്ലിക്കബിളാണ്? ഈ പറയുന്ന 44 AA AB എന്ന് പറയുന്നത് അപ്ലിക്കബിളാണ്, ഇതിന് അപ്ലിക്കബിൾ അല്ല. ദാറ്റ് മീൻസ് ഈ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ മെയിൻറ്റെയിൻ ചെയ്യാനോ അത് ഓഡിറ്റ് ചെയ്യാനോ നിൽക്കണ്ട. ഇനി ഇതിൻ്റെ ലിമിറ്റ് കാണുന്ന നേരത്ത് ഇപ്പം 44 AA ആണെങ്കിലും AB ആണെങ്കിലും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റിന് കൊടുക്കാനും ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. ആ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്തും ഏതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട, ഈ പറഞ്ഞതുപോലെ 44 AE പ്രകാരമുള്ള ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട. മനസ്സിലായി? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 44 AAക്കകത്ത് പറയുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, 44 AA പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. സോ നോക്കി, ബാക്കിയുള്ള എല്ലാ ബിസിനസ്സിൻ്റെയും കൂടെ എടുക്കുമ്പം 1,40,000 മാത്രമാണ് പറഞ്ഞത്, ഇതിൻ്റെ 20,000 അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,60,000 രൂപ വരും അല്ലേ? ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഓക്കെ, ദാറ്റ് മീൻസ് ആ എക്സംഷൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് 44 AE പ്രകാരമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് പ്രകാരമുള്ള ഇൻകം നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തു. മനസ്സിലായി? അത് ഏതിന് വേണ്ടിയിട്ട്, ആ ലിമിറ്റിന് വേണ്ടി നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഒറ്റ വാക്കി പറയുവാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ബിസിനസ്സുകളൊക്കെ ബാക്കിയുള്ളതിൻ്റെ രീതിക്ക് തന്നെ ചെയ്തു. 44 AE മാത്രം സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് 44 AE മാത്രം സെപ്പറേറ്റ് ചെയ്യുക. 44 AE പ്രകാരം ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഇൻകവും അതിൻ്റെ ലിമിറ്റും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്യുക. അതിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യാനുള്ള റൂള് സെപ്പറേറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് പോലെ തന്നെ ചെയ്തേക്കും. മനസ്സിലായി? നോക്കാം. Further, to note that in computing the monetary limit for under section 44 AA and AB, the gross receipts of income from said business shall be excluded. ഈ ബിസിനസ്സിൽ നിന്നുണ്ടാവുന്ന ഗ്രോസ് റെസീപ്റ്റ്സ് നമുക്ക് എക്സ്ക്ലൂഡഡ് ആണ്. മനസ്സിലായി? ആൻഡ് an assessee can declare his income lower than the estimated income. നമ്മൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്, ഈ പറയുന്ന ഇൻകത്തിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻകം മാത്രം കാണിച്ചാൽ മതി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എന്ത് ചെയ്യണം 44 AA പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, AB പ്രകാരം ഓഡിറ്റിംഗ് വേണം. മനസ്സിലായി? സോ നോർമൽ കേസിനകത്ത് പറയുന്നത് AE പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനോ AB പ്രകാരം ഓഡിറ്റ് ചെയ്യാനോ നിൽക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് ഈ എസ്റ്റിമേറ്റഡ് ഇൻകത്തിനേക്കാൾ കുറവാണ് നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞ് ആ കുറഞ്ഞ ഇൻകമാണ് സബ്മിറ്റ് ചെയ്യണേ എന്ന് വിചാരിക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് അത് ഓക്കെ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ? AA പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് AB പ്രകാരം അത് ഓഡിറ്റ് ചെയ്യിപ്പിക്കും വേണം. മനസ്സിലായി? നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. നമ്മുടെ മെറ്റീരിയലിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Mr. S is engaged in the business of flying goods carriages. On April 1, 2020, he owns 10 trucks, out of which 6 are heavy vehicles. അതായത് 1 April 10 വെഹിക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഹെവി, അതിനകത്ത് 6 ഹെവിയാണ്,
ബാക്കി 4 എണ്ണം ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളാണ്. അൺലോഡഡ് വെയിറ്റ് ഓഫ് 20 ടൺ, അതായത് ഹെവിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 20 ടൺ ആണ്. ഇനി പറഞ്ഞ എന്താ, ഓൺ 2/5/2020 2/5/2020 ഹി സോൾഡ് വൺ ഓഫ് ദ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, അതായത് 6 എണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ സെയിൽ ചെയ്തു. കൂടാതെ എന്ത് ചെയ്തു, ആൻഡ് പർച്ചേസ്ഡ് എ ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഇൻ 6th May. ദാറ്റ് മീൻസ് ഈ പറയുന്ന 4 എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്തു, പുതിയതായിട്ട് വാങ്ങിച്ചു. ആണോ? ദ ന്യൂ വെഹിക്കിൾസ് കുഡ് ഹൗവർ ബി പുട്ട് ടു യൂസ്. അടുത്ത മാസം 15/6 തൊട്ടാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കണേ. അതിന് യാതൊരുവിധ പ്രാധാന്യവും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? 15/6 തൊട്ടാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കണേ. അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല, അല്ലേ? നമ്മൾ എടുത്തു പറയായിരുന്നു പുട്ട് യൂസിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾ എപ്പോഴാണോ അക്യൂർ ചെയ്തത് അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇനി നോക്കിയേ, കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2021-22 ടേക്കിംഗ് നോട്ട് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രൈറ്റ് ചാർജസ് കളക്റ്റഡ്, അതായത് ഈ 10 ട്രാക്സിൽ നിന്ന് അങ്ങേർക്ക് 8,70,000 രൂപ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഓപ്പറേഷണൽ എക്സ്പെൻസസ് ആയിട്ട് 6,25,000 വരും, ഡിപ്രീസിയേഷൻ ആയിട്ട് 1,85,000 വരും, അതർ ഓഫീസ് എക്സ്പെൻസസ് ആയിട്ട് 15,000 വരും. അങ്ങനെ ടോട്ടൽ ഈ 8,70,000 8,25,000 രൂപ അങ്ങയുടെ എക്സ്പെൻസസ് ആയിട്ട് മൈനസ് ചെയ്യാം. സോ ബാലൻസ് അങ്ങേർക്ക് എത്ര മാത്രമേ ഈ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ആയിട്ട് വരുന്നുള്ളൂ? 45,000 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങേർക്ക് അതർ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഇൻകം അഡീഷണൽ ഇൻകം ആയിട്ട് എത്രയും കൂടെ വരുന്നുണ്ട്? 70,000 കൂടെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പം 1 lakh. മനസ്സിലായി? ഇത്രയും രൂപ നമ്മുടെ എന്തായിട്ട് വരും? നമ്മുടെ ടോട്ടൽ ഇൻകം ആയിട്ട് വരും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഇത് ഇങ്ങനെയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ ചൂസ് ചെയ്യുള്ളൂ, അല്ലേ? കാരണം എന്താ, എന്തായാലും മറ്റേ പെർസെപ്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും, അല്ലേ? ഇവിടെ ആകെ കൂടെ നമുക്ക് 1,15,000 റുപ്പീസ് സംതിങ്ങേ നമുക്ക് വരുന്നുള്ളൂ. മറ്റേത് പ്രകാരം നോക്കുവാണെങ്കിൽ എത്ര രൂപ വരും? നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ പെർസെപ്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നോക്കാം. നമുക്ക് വേറൊരു രീതിക്ക് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞതനുസരിച്ച് ആദ്യം ഏപ്രിലിലെ കാര്യം നോക്കാം. ഏപ്രിൽ എന്താ ഉണ്ടായിരുന്നേ? 6 ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. 6 ഹെവി ഗുഡ്സിന് 20,000 രൂപ വെച്ച് 1,20,000 രൂപ ചാർജ് ചെയ്യണം. നമ്പർ 1. 4 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. 4 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളിന് 7,500 രൂപ വെച്ച് 30,000 രൂപ വരും. അങ്ങനെ ഏപ്രിൽ മാത്രം നമുക്ക് 1,50,000 രൂപ വരും. ഏപ്രിലിൽ മാത്രം ഈ പറയുന്ന പെർസെപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് ചൂസ് ചെയ്യുവാണെങ്കിൽ. ഇനി മെയിലെ അവസ്ഥ എന്താ? മെയ്യുടെ തുടക്കത്തിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? 6 ഗുഡ്സ് 6 എണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് 20,000 രൂപ വെച്ച് നമുക്ക് എത്ര രൂപ വെച്ച് ചാർജ് ചെയ്യാം? എത്ര രൂപ വെച്ച് ചാർജ് ചെയ്യാം? ഈ പറയുന്നത് പോലെ 1,20,000 രൂപ വെച്ച് ചാർജ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ഇതിനകത്ത് ഒരെണ്ണം സെയിൽ ചെയ്തത് 5-ാം തീയതി എങ്ങാണ്ടാ. എന്നാലും നമുക്ക് അതറിയേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം മാസത്തിൽ ഒരു ദിവസമാണെങ്കിൽ പോലും അത് വരും. ഇനി 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ആ 4 എണ്ണത്തിൽ എന്ത് ചെയ്തു? 4 എന്ന് പറയുന്നത് ഒന്നും കൂടെ ആഡ് ചെയ്ത് 5 എണ്ണം ആവും, അല്ലേ? അതായത് നോർമൽ കേസിനകത്ത് 4 × 7,500 ചെയ്യുമ്പം എത്ര വരും? 30,000 രൂപ വരും. അഡീഷണൽ ആയിട്ട് വാങ്ങിച്ച ഒരെണ്ണം കൂടെ നോക്കുമ്പം 1 × 7,500. അങ്ങനെ ടോട്ടൽ മെയ് മാസത്തിൽ 1,57,500 രൂപ വരും. സിറ്റുവേഷൻ മനസ്സിലായി? ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം, അല്ലെങ്കിൽ വേറൊരു രീതിക്കും കൂടെ ഞാനത് കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ്. ദാറ്റ് മീൻസ് ഇപ്പം എന്നാ ABCDEF. ഓക്കെ, ഇങ്ങനെ 6 ഹെവി ഗുഡ്സ് വെഹിക്കിളായിരുന്നു തുടക്കത്തിൽ. 4 ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളും ഉണ്ടായിരുന്നു, GHIJ. ഇങ്ങനെ 4 ഹെവി ഗുഡ്സ് വെഹിക്കിളും ഉണ്ടായിരുന്നു, അല്ലേ? ഒരു ദിവസമാണെങ്കിൽ പോലും ഇത് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ F എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്തു. F എന്ന് പറയുന്നത് സെയിൽ ചെയ്യുന്നത് 5-ാം തീയതിയാണ്. എന്നാൽ പോലും Fൻ്റെ 20,000 രൂപ ഏതിലോട്ട് വരും? ഈ പറയുന്ന മെയ് മാസത്തിലോട്ട് വരും. അടുത്ത മാസം തൊട്ട് F ഇല്ല, അല്ലേ? ഇനി J ഒരു K എന്ന് പറയുന്ന പുതിയ വെഹിക്കിളും കൂടെ വാങ്ങിച്ചു. ഇത് വാങ്ങിക്കുന്നതും ഏത് മാസത്തിലാണ്? മെയ് മാസത്തിലാണ്. സോ ആ Kയുടെ 7,500 കൂടെ വരും. സോ അതാണ് ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആവണേ. എന്താ? ആ സെയിൽ ചെയ്തതിൻ്റെ 20,000 രൂപയും വരും. ആ വർഷം അഡീഷണലി വാങ്ങിച്ചതിൻ്റെ ആ മാസം അഡീഷണലി വാങ്ങിച്ചതിൻ്റെ 7,500 കൂടെ വരും. അങ്ങനെ ടോട്ടൽ 1,57,500 വരും. ഇനി മെയ് കഴിഞ്ഞു, ജൂൺ തൊട്ട് അടുത്ത മാർച്ച് വരെ, ദാറ്റ് മീൻസ് ആ 10 മാസങ്ങളിൽ വേറെ ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അതായത് ഇനി എത്രയേ ഉള്ളൂ? 1, 2, 3, 4, 5 ഹെവി ഗുഡ്സ് വെഹിക്കിളേ ഉള്ളൂ. ദാറ്റ് മീൻസ് 5 × 20,000 എത്ര വരും?
1 lakh rupees വരും അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 നമ്മുടെ ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളും വരും. സോ 37,500. അങ്ങനെ ടോട്ടൽ 1,37,500 rupees വരും ജൂൺ തൊട്ട് മാർച്ച് വരെ 10 മാസം ഇൻറ്റു 10 ചെയ്യുമ്പം 13,75,000 വരും. ടോട്ടൽ 16,82,500 rupees ചാർജ് ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായി? നിങ്ങൾ തീർച്ചയായിട്ടും ഏതേ ചൂസ് ചെയ്യുള്ളൂ. പഴയതുപോലെ, അതായത് നേരത്തെ നമുക്ക് ആകെ 1,15,000 രൂപ മാത്രമാണ് ഇതിൽ നിന്നുള്ള ഇൻകം ആയിട്ട് നമുക്ക് കാണണേ. പക്ഷേ നിങ്ങൾ സെക്ഷൻ 44A അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, എല്ലാം കൂടെ 16,82,000 രൂപ വരും അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏതും കൂടെ ആഡ് ചെയ്യേണ്ടി വരും, 70,000 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് 17,52,500 രൂപയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഏതേ ചൂസ് ചെയ്യുള്ളൂ? തീർച്ചയായിട്ടും നോർമൽ പ്രൊവിഷൻസ് പ്രകാരം എത്രയാണോ റവന്യൂ കിട്ടിയത് അതിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഡിപ്രീസിയേഷനും ഓഫീസ് എക്സ്പെൻസും ബാക്കിയുള്ള സാലറിയും കാര്യങ്ങളെല്ലാം കുറച്ച് കിട്ടുന്ന കുറച്ച് ചെറിയൊരു ഇൻകത്തിന് മാത്രമേ ടാക്സ് അടയ്ക്കാൻ വേണ്ടി നിൽക്കുള്ളൂ. ഈ പറയുന്ന ബൾക്ക് എമൗണ്ടിന്, ഹ്യൂജ് എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കില്ല, ടാക്സ് കൊടുക്കാൻ നിൽക്കില്ല. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇത് കുറവാണെങ്കിൽ ഇത് കൊടുത്താൽ മതി. മനസ്സിലായി? നോർമൽ പ്രൊവിഷൻസ് പ്രകാരമുള്ള ഇൻകം എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇത് പ്രകാരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നോർമൽ ഇൻകം കുറവാണെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ സെക്ഷൻ 44A പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും AB പ്രകാരം അത് ഓഡിറ്റ് ചെയ്യാനും നിൽക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് വരുന്നത്, ഈ പറയുന്ന പെർസെപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന കേസിനകത്ത് വരുന്നത്. സാധാരണ രീതിയിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ആ കണ്ടീഷൻസ് ഒന്ന് വായിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിൽ കുറേ തവണ പറഞ്ഞ സെക്ഷൻ 44A AB എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ബൈ.